ഹിജാബ് വിഷയത്തിൽ നിലപാട് വീണ്ടും കടുപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി. സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമം നടന്നു. സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചത്. രാഷ്ട്രീയവൽക്കരിക്കാൻ മാനേജ്മെന്റ് ശ്രമം നടത്തിയെന്നും വിദ്യാഭ്യാസ മന്ത്രി ആരോപിച്ചു. സ്കൂൾ അഭിഭാഷകയ്ക്കെതിരെയും മന്ത്രി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. NOC റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും മന്ത്രി തുറന്നടിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു ക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിന്റെ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്നലത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിക്കുകയാണെന്നാണ് നമ്മൾ കരുതിയത്. അതിനുശേഷമാണ് മന്ത്രിയുടെ ഓരോ വാദങ്ങൾക്കും മറുപടി എന്ന വണ്ണം സ്കൂളിന്റെ ഭാഗത്തു നിന്ന് പ്രിൻസിപ്പലും സ്കൂളിന്റെ അഭിഭാഷകയും വാർത്താ സമ്മേളനത്തിലൂടെ മറുപടി നൽകിയത്. അത് വലിയ രീതിയിൽ മന്ത്രിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം സ്കൂളിനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നത്? ഈ ഹിജാബ് വിഷയത്തിൽ സ്കൂള് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് സ്കൂളിന്റെ മാനേജ്മെന്റിന് വേണ്ടി പ്രതികരണം നടത്തേണ്ടത് PTA പ്രസിഡന്റോ അഭിഭാഷകയോ അല്ല, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളാണ്. അതിനപ്പുറത്തേക്ക് ഈ അഭിഭാഷക അവരുടെ രാഷ്ട്രീയ ഉദ്ദേശത്തോട് കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടതെന്നും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് എന്നുള്ള വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. ഭരണഘടനാപരമായി മാത്രമാണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. കോടതി വിധി മാനിച്ചുകൊണ്ടാകും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക. അതിനപ്പുറത്തേക്ക് വിഷയത്തെ ബോധപൂർവം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടത്തിയാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം കൃത്യമായി ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി അതിൽ നൽകുന്നുണ്ട്. ഒരു വെല്ലുവിളിയും വേണ്ട, അക്കാര്യത്തിൽ ഇങ്ങോട്ട് വെല്ലുവിളിയൊന്നും വേണ്ട എന്ന തരത്തിൽ അതിനെ രാഷ്ട്രീയമായി കൂടി ഉയരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു നീക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. അതായത് ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വാക്ക് തർക്കങ്ങൾ
വാദപ്രതിവാദങ്ങൾ അതിന് രാഷ്ട്രീയമാനം കൈവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഈ സ്കൂളിന്റെ അഭിഭാഷകയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്പസമയം മുമ്പ് രൂക്ഷ വിമർശനം ഉന്നയിച്ച് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഞാൻ ഈ സ്കൂളിന്റെ NOC വിഷയത്തിൽ ആയിരുന്നു ഇന്നലെ ഒരു പ്രധാനപ്പെട്ട മറുപടി സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ആ NOC സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ മന്ത്രിയും അതൊരു വാശിയായി തന്നെ എടുക്കുകയാണോ? അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ചട്ടത്തിൽ NOC നിഷേധിക്കാനുള്ള അധികാരം DGക്കുണ്ട്, എന്നിട്ടാണ് എന്ത് അധികാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ പ്രതിനിധികൾ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഗവൺമെന്റിന് മുകളിലാണ് മാനേജ്മെന്റ് എന്ന് കരുതിയാൽ അത് അംഗീകരിക്കാനാവില്ല എന്ന് കൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുമ്പോൾ അത് സ്കൂൾ മാനേജ്മെന്റിനുള്ള ഒരു ചുട്ട മറുപടി കൂടിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം വരും. അതായത് ഹിജാബ് വിവാദത്തിന്റെ പേരിൽ തുടക്കമിട്ട വാക്കുതർക്കം, വാക്പോര് അതിനൊരു രാഷ്ട്രീയമാനം കൈവന്നിരിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം ഉണ്ടായി, അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്ന ഈ രൂക്ഷ വിമർശനത്തിന് സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ച അഭിഭാഷകയോ അവരേത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ ഇനി തുടർ പ്രതികരണങ്ങൾ നടത്തുക എന്നതാണ് ശ്രദ്ധേയം. ഇതിനെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള അവസരമാക്കി പ്രതിപക്ഷം മാറ്റിയെന്ന വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിന് ഏത് തരത്തിൽ രാഷ്ട്രീയമായ മറുപടി നൽകാൻ UDFും അതോടൊപ്പം സ്കൂൾ മാനേജ്മെന്റും അഭിഭാഷകരുമൊക്കെ തയ്യാറാകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ കരുതിയത് ഈ വിവാദം ഏതാണ്ട് അവസാനിക്കുകയാണ്, എല്ലാവരും ഒരു സംയമനത്തിലേക്ക് പോയി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ന് കരുതുകയാണ്. പക്ഷേ ഇന്നലെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സ്കൂൾ പ്രിൻസിപ്പലും ഒപ്പം സ്കൂളിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനുവും നടത്തിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായി ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഈ അഡ്വക്കേറ്റും ഒപ്പം സ്കൂളിന്റെ പ്രതിനിധികളും സംസാരിച്ചത് എന്നതാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ശ്രീ ആന്റണി അറക്കൽ, KCBCയുടെ എഡ്യൂക്കേഷണൽ സെക്രട്ടറിയായ ഫാദർ ആന്റണി അറക്കൽ നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ഫാദർ, താങ്കൾ ഈ ഇന്നത്തെ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിരുന്നോ? കേട്ടില്ല. എന്നാൽ അങ്ങേക്ക് കൂടി വേണ്ടി ആ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. കാരണം കൃത്യമായി ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. ആ വാക്കുകൾ കേട്ട ശേഷം അങ്ങയിലേക്ക് വരാം. അതൊന്നും ശരിയൊന്നുമില്ല. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെന്റ് തനി ജനാധിപത്യ വിരുദ്ധമായിട്ടും അഹങ്കാരത്തോടും കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മോഹലേക്ക് എടുക്കല്ലേ. ഞാൻ ഇതിന്റെ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞല്ലേ പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞല്ലേ. പിന്നെ അതിനുശേഷം ഈ രൂപത്തിലുള്ള വെല്ലുവിളി നടത്തിയത് പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശം നടത്തിക്കോട്ടെ. നമ്മുടെ സമൂഹത്തിൽ പല ഡിമാൻഡ് വയ്ക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. രൂക്ഷമായ വിമർശനമാണ് നേരത്തെ വിരുദ്ധമായ നിലപാടാണ് നടത്തി. അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു ക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ
ആർക്കും ഒരു കാര്യം ബോധ്യമാകും, പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിനിടയില്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും